അപ്പോൾ നല്ലതുപോലെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ച് വീണ് കിടക്കൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് മുടി മസാജ് ചെയ്താൽ മതി. ഇതൊന്നുമല്ല, നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിലും തോട്ടത്തിലൊക്കെ കാണുന്നതാണ് മുരിങ്ങേൻ്റെ ഇല കിട്ടാൻ വലിയ പ്രയാസമില്ല അല്ലേ. അപ്പോൾ ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും, പലർക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ മുരിങ്ങ. അപ്പം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ നിര വരാതിരിക്കാനും നമ്മുടെ മുടിക്ക് ഒരു പ്രത്യേക വണ്ണം തോന്നിക്കാനൊക്കെ മുരിങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനൊക്കെ ഒരു ഫംഗ്ഷന് പോകണം എന്ന് ഉണ്ടെങ്കിൽ തലേ ദിവസം മുരിങ്ങ ഇതുപോലെ അരച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ നീര് ഇതേപോലെ അരിച്ചെടുത്തിട്ട് മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴുകി കളയുമ്പോൾ മുടിക്ക് ഒരു പ്രത്യേക ഒരു വണ്ണം, ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ. നല്ലതുപോലെ തന്നെ മുടി വളരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 3-4 തവണ എങ്കിലും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മുരിങ്ങേൻ്റെ ഗുണം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് നല്ലതാണ് മുടിക്ക്. ഇപ്പോൾ മുരിങ്ങയില നമ്മൾ മുടിക്ക് മാത്രം ഉപയോഗിക്കുകയല്ല, ഇത് വെച്ച് കറി, നമ്മുടെ തോരനോ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. കാരണം മുടി നമ്മൾ ഇതേപോലെ ചുമ്മാ തലയിൽ ഒരുപാട് വാരി തേക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. അപ്പം ഞാനൊക്കെ ചെയ്യുന്നതാണ്, ഇലക്കറികളും നല്ലതുപോലെ കഴിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് മുടി വോയിസിലുള്ള സമയത്താണെങ്കിലും മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളപ്പോൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, ഇതേപോലെ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്പൂണ് തേയിലപ്പൊടി ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണേ. അപ്പോൾ ആ വെള്ളം നമ്മൾ അരിച്ചെടുത്തിട്ട് ആ വെള്ളം ചേർത്ത് നമ്മളിതാ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റാം. ഇപ്പൊ തുണി വെച്ചിട്ട് അരിച്ച് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഒട്ടും മട്ട് ചേരാതെ നമുക്ക് ശരിക്കും അതാണ് കിട്ടും കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളം നല്ലതുപോലെ തന്നെ കിട്ടും. അപ്പം ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്, കാരണം അരിപ്പത്രയും വെള്ളം പെട്ടെന്ന് പോരൂല. അപ്പം ഞാനിതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു തേയില വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന്, അപ്പോൾ ഒട്ടും മട്ടില്ലാതെ നമ്മൾ അരിച്ചെടുക്കുക. അപ്പം ഞാൻ സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ മുടിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് അരച്ച് തേച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ഇലേൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മുടിയിലുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ മുടി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മുടി ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് ചീവി കഴിയുമ്പോൾ ആ ഒരു വേസ്റ്റ് ഒക്കെ ഒന്ന് മാറും കേട്ടോ. അപ്പം എനിക്ക് ആ വേസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ. അപ്പം അതുകൊണ്ട് ഞാനിതിൻ്റെ ശരിക്കും ആ ഒരു നീര് മാത്രം അരിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, മുടിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പം നിര വരാതിരിക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ മുരിങ്ങ ഒരുപാട് സഹായിക്കും കേട്ടോ. അത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ മുരിങ്ങയ്ക്ക്. അപ്പം ഞാൻ നന്നായിട്ട് അതിൻ്റെ മട്ട് കളഞ്ഞ് ഇതിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം അതൊരു ഒത്തിരി വേണ്ട, ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ഒരു 1-2 ചെറിയൊരു വൈറ്റമിൻ ഇൻ്റെ ഗുളിക നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ, നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന ഓയിൽ ഒത്തിരി ഇതിൽ ചേർത്ത് കൊടുക്കരുത്. ചെറുതായിട്ട്, ഓവറായിട്ട് മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഡ്രൈ ആവുമ്പോൾ എൻ്റെ മുടി പലപ്പോഴും പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് എണ്ണ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ എണ്ണ ചേർക്കണ്ട, വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്, ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് മുടിക്ക് നല്ല ചുമപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെയൊക്കെ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പം കറുത്ത് നിൽക്കുന്നത്. ഒരു 3-4 ദിവസം എണ്ണ ഒന്നും ഇടാതെ നിന്നിട്ടുണ്ടെങ്കിൽ മുടി നല്ല ചുമന്ന് നിൽക്കും. നമ്മൾ കളറൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ കേട്ടോ എൻ്റെ മുടി നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഒലിച്ചിങ്ങനെ വീണ് പോവില്ല, ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കണ്ടോ അത് ഉണങ്ങി നിൽക്കും ചെയ്യും. നമുക്ക് ഇപ്പോൾ എൻ്റെ മുടിയിൽ ഇപ്പോൾ ആ വെള്ളം
തേച്ച് കൊടുത്ത ഒരു തോന്നുന്നേ ഇല്ല. ശരിക്കും അത് മുടിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഗുണം. നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഒലിച്ച് വീഴൂല. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഉണങ്ങി പിടിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.